നിങ്ങളെ കാണാമെന്ന് മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കുന്നു. പക്ഷെ വർഷങ്ങളോളം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് നിങ്ങൾ എന്ത് ജോലി കൊടുക്കും? കരൂരിൽ മരണപ്പെട്ട 41 പേരുടെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൈസയ്ക്ക് ചെയ്യണം, നിങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്യണം. കാരണം അവരാരും PSC എഴുതി കാത്തിരുന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാതെ സമരം ചെയ്ത് മരിച്ചു പോയവരുടെ കുടുംബമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത് നിങ്ങളെ കാണാനായിട്ട് എത്തി ആ തെക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞവരാണ്. അപ്പോൾ അത് തികച്ചും വ്യക്തിപരമായിട്ടാണ് സഹായിക്കേണ്ടത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തീരുമാനമാണ് TVK ഗവൺമെന്റ് അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ വിജയ് എടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് എന്ന് കരുതി നിങ്ങൾ എടുക്കുന്ന എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളും അംഗീകരിക്കാൻ വ്യക്തിപരമായിട്ട് എനിക്ക് കഴിയില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് നിങ്ങളുടെ നാട്ടിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ കണ്ടില്ല എന്നടിക്കരുത്. അനുകൂലികൾക്ക് വേണമെങ്കിൽ ഇവിടെ ന്യായീകരിക്കാം. വെറും 41 പേർക്കല്ലേ കൊടുക്കുന്നുള്ളൂ, ഇനിയും ഉണ്ടല്ലോ എത്രയോ ഒഴിവുകൾ. പക്ഷെ നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഈ ഒരു തീരുമാനത്തിൽ നഷ്ടപ്പെടുന്നത് മറ്റൊരു 41 പേരുടെ പ്രതീക്ഷയും അവസരവും അവകാശവുമാണ്. മരിച്ചുപോയവരുടെ കുടുംബത്തിന് മറ്റൊരു ഉപജീവന മാർഗം ശരിയാക്കി കൊടുക്കാമല്ലോ, നിങ്ങൾക്ക് പണമായി കൊടുക്കാമല്ലോ. പക്ഷെ അതെല്ലാം തികച്ചും വ്യക്തിപരമായിരിക്കണം. അല്ലാതെ പെട്ടെന്നൊരു ഗവൺമെന്റ് ജോലിയൊക്കെ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മരിച്ചുപോയ 41 പേരുടെ കുടുംബത്തിനും എന്താണ് യോഗ്യത? നിങ്ങളുടെ ആരാധകർ എന്നുള്ളതാണോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കും വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരെന്നതാണോ? ഈ പറഞ്ഞതല്ലാതെ മറ്റൊരു യോഗ്യതയും അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയിലെ നായകനാണ് ഈ തീരുമാനം എടുക്കുന്നതെങ്കിൽ കൈയടിച്ച് ആർപ്പ് വിളിച്ച് വില്ലനെയും കളിയാക്കി ഇറങ്ങി വരാം. പക്ഷേ ഇത് സിനിമയല്ലല്ലോ, കുറേ മനുഷ്യന്മാരുടെ ജീവിതമല്ലേ. തമിഴ്നാട്ടിലെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, உங்களுக்கு ரொம்ப பிடிச்ச யாராச்சும் ஒரு தப்பு பண்ணா அது அப்படியே ஏத்துக்காதீங்க, കേൾവി കേളുங்க, തിരുത്ത சொல்லுங்க, കണ്ടിപ്പാ മാറ്റം വരും. ശരിക്കും ഇപ്പോഴും ആ കരൂർ ദുരന്തം മറക്കാനാകാത്തൊരു പേടി സ്വപ്നം പോലെയാണ് മനസ്സിലുള്ളത്. വളരെ വിഷമമുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ. അവർക്ക് വേണ്ടി വിജയ് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സംശയം, നിങ്ങൾ ഈ ഇലക്ഷനിൽ നിന്ന് തോറ്റു എന്ന് വെക്ക്, ഒരു MLA പോലും ആയിട്ടില്ല എന്ന് വെക്ക്, നിങ്ങൾ എങ്ങനെ സഹായിക്കുമായിരുന്നു ഈ ബാധിക്കപ്പെട്ട കുടുംബത്തിനെ? നിങ്ങൾ എന്തായാലും മറ്റൊരു വഴിയിലൂടെ അവരെ സഹായിക്കുമായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കൂടായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് ഇത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ആവശ്യം? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഒരു നിവൃത്തിയില്ലാതെയാണ് ഈ തീരുമാനം അംഗീകരിച്ചത്. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇനിയും നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും, ഇതിൽ മാറ്റം വരില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളുമായിട്ട് യോജിക്കുന്നവരായാലും യോജിക്കാത്തവരായാലും റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും, സമരം ചെയ്യാൻ. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവർക്ക് കിട്ടേണ്ട നീതി സമരം ചെയ്തായാലും അവർക്ക് വാങ്ങിയല്ലേ പറ്റും. അതുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റിനോടും പ്രത്യേകിച്ച് ചീഫ് മിനിസ്റ്റർ വിജയോടുമുള്ള എൻ്റെ റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുകൂടി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ടുന്ന തീരുമാനങ്ങൾ ഇതിൽ മാറ്റം വരുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്.